സ്റ്റീവ് ഇന്ന് നേരത്തെ എണീറ്റ് അതായത് പാലെടുക്കാൻ വേണ്ടി പോവാണ്. പാപ്പണ്ടാക്കാം സീന പാപ്പണ്ടാക്കാം. അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഗോതമ്പ് ദോശയാണ് കേട്ടോ. ഗോതമ്പ് ദോശയിൽ ഞാൻ കുറച്ച് സവോളൊക്കെ കട്ട് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പാലൊക്കെ എടുത്ത് വന്ന് കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് അടുക്കളയിലേക്ക് എത്തിയത്. അപ്പൊ ഗ്രേസ് ഒക്കെ എഴുന്നേറ്റ് കുളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പേനോട് അവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനും സ്റ്റീവും അടുക്കളയിൽ, അപ്പയും മോളും അവിടെ. അപ്പൊ ഇന്നാണെങ്കിൽ ഗ്രേസിന് ഇന്ന് ഓപ്പൺ ഹൗസ് ആണ്, സ്കൂളിൽ പോകണം. അപ്പൊ അതിനു മുമ്പ് ഉച്ചയ്ക്കത്തെ കാര്യങ്ങളും നമ്മുടെ രാവിലത്തെ ഭക്ഷണ പരിപാടികളും എല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് പരിപാടികളെല്ലാം തീർത്തിട്ട് വേണം ഇനി ഞങ്ങൾക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഉച്ചയ്ക്കത്തേക്ക് വേണ്ടി ഞാൻ കറി വെക്കാനുള്ള മാങ്ങക്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് മാങ്ങയൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പേരി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ കറി കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കട്ടയിലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇന്നെടുത്ത് മസാലയൊക്കെ മാങ്ങക്കറിക്കാണെങ്കിൽ മസാലയൊക്കെ ഇന്ന് പുരട്ടി എടുത്ത് വെച്ചിട്ട് പോവാം. ഉപ്പേരിക്കുള്ളത് കട്ട് ചെയ്ത് എടുത്ത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് പോകാം. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ എൻ്റെ നിൽപ്പ്. കാരണം ഇന്ന് ഞാൻ എണീറ്റപ്പോൾ ഇച്ചിരി ലേറ്റായി. അപ്പം അതുകൊണ്ട് പിന്നെ നമുക്ക് നേരത്തെ ഒരു 9 മണി 9:30 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ അങ്ങനെ എൻ്റെ പരിപാടികളെല്ലാം തീർന്നു. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുളിപ്പിക്കലും പരിപാടികളും ചടപടയെന്നായിരുന്നു എല്ലാ കാര്യങ്ങളും. അങ്ങനെ റെഡിയായി ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ സ്റ്റീവ് നല്ല ഗുഡ് ബോയ് ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഗ്രേസിനും സ്റ്റീവിനും ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റീവിന് ചെറിയൊരു പനി ഉണ്ടായിരുന്നു. ഇന്നലെയും ആയിട്ട് ചെറിയ രീതിയിൽ രാത്രി മാത്രം ഒന്ന് പനിച്ചായിരുന്നു. അപ്പോൾ ഇപ്പം മരുന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്പർ എടുത്തു ഡോക്ടറിനെ കാണാൻ. ഗ്രേസിനും അതുപോലെ തന്നെ കുറച്ച് ദിവസം മുമ്പ് വയ്യാണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് സ്കൂളില്ലാത്ത ദിവസം ആയതുകൊണ്ട് നമുക്ക് പോകാനും സൗകര്യമുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് മേടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്ത് തീർക്കണം. അങ്ങനെ അതേ സ്റ്റീവിൻ്റെ ഷൂസ് ഇടൽ കഴിഞ്ഞിട്ട് ഇനി രണ്ടുപേരും കൂടി സ്റ്റീവ് വെയിറ്റ് ചെയ്യുക പുറത്തിറങ്ങി നിൽക്കാൻ. അവനാണെങ്കിൽ അവൻ്റെ സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരുടെ ക്ലാസ് റൂമിൻ്റെ സൈഡിൽ ഇവിടെയൊക്കെ കുറേ ക്യാരക്ടേഴ്സിനൊക്കെ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷം. ആനയും മാനേനൊക്കെ നല്ല സൈസിലാക്കി അങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അതേ റെഡി ആയി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാണ്. ഇറങ്ങ് വാ. എവിടെ ചേച്ചി? അവിടെ നിക്ക് അപ്പോ വണ്ടി എടുക്കട്ടെ. ഇറങ്ങി ഇനി ഞങ്ങളുടെ സ്കൂളിലൊക്കെ പോയിട്ട് വരാം. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ അതേ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഹോസ്പിറ്റലിലൊക്കെ പോയി തിരിച്ച് വീട്ടിലെത്തി. പിന്നെ സന്ധ്യയായിട്ട് അപ്പോൾ കോഴിമുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ പുതിയ മുട്ട വെക്കുന്ന കൊട്ടയിൽ ഇതുവരെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ മുട്ട ഇനി ഇതിലേക്ക് പറക്കി വെക്കുകയാണ്. അപ്പോൾ ഇതിന് 1299 രൂപയായിരുന്നു കേട്ടോ റേറ്റ് വന്നായിരുന്നു. ഞാനത് ഷോർട്സിലും റീൽസിലായിട്ട് കാണിച്ചായിരുന്നു. പക്ഷേ റേറ്റ് പറയാൻ വിട്ടുപോയായിരുന്നു കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ലായിരുന്നു. എനിക്കറിയില്ല തന്നെ ഉണ്ടോയെന്ന്. പിന്നെ ആമസോണിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. പിന്നെ കുറേ പേര് പറഞ്ഞായിരുന്നു റേറ്റ് കൂടുതലാണെന്ന്. മീഷോയിലുണ്ട് റേറ്റ് കുറവെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മേടിക്കണമെങ്കിൽ റേറ്റ് നോക്കിയിട്ട് അങ്ങനെ മേടിച്ചു കേട്ടോ. ഞാൻ ആമസോണിൽ നിന്ന്
കുറേ നാളായി ഞാൻ വേറൊരു മോഡല് കോഴീനെയായിരുന്നു കണ്ടുവച്ചായിരുന്നേ. അത് അത് കാർട്ടിലെടുത്തിട്ടായിരുന്നു, പക്ഷെ അത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അപ്പോൾ പിന്നെ ഞാൻ കുറേ നാളായി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് ഇത് കണ്ടത്. ഇതെനിക്ക് ഫസ്റ്റ് ഞാൻ കണ്ട കോഴിയുടെ അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വിചാരിച്ചു എന്നാൽ മറ്റേത് കിട്ടണില്ലല്ലോ എന്ന് വിചാരിച്ചത് തന്നെ മേടിച്ചു. എന്നാലും ഇത് കണ്ടപ്പോൾ ഒരു ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തു. അപ്പം അങ്ങനെ ഇനി മുട്ട വെക്കുന്ന ട്രേ ഇതാണ് നമ്മുടെ. ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ രാവിലെ തന്നെ പള്ളിയിലൊക്കെ പോയി. അത് കഴിഞ്ഞ് ഉച്ചയ്ക്കത്തെ കാര്യങ്ങളും രാവിലത്തെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അമ്മയ്ക്കും സ്റ്റീവനും ഗ്രേസിനും ഒക്കെ കൊടുത്തു, ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ അവർ അവിടെ ടി വി ഒക്കെ കണ്ട് ഇരിക്കുകയാണ്. അപ്പം ഇന്ന് സണ്ണചേട്ടൻ ഇന്ന് ദോശ തന്നെയാണ്. ഇന്ന് ഗോതമ്പ് ദോശയല്ല, നമ്മുടെ അരിപ്പൊടി കൊണ്ടുള്ള ദോശയാണ്. അപ്പം ദോശ ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ മുട്ട കുത്തി ഒഴിച്ചിട്ട് അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ ദോശ. അപ്പോൾ ഇപ്പം ഇന്ന് പറയാണ് സണ്ണചേട്ടൻ, ഇന്ന് പട്ടിക്കും കോഴിക്കൊക്കെ തീറ്റ കൊടുക്കേണ്ടത് ഞാനാണ് എന്ന് പറയാണ്. കാരണം ഞാനല്ല കൊടുക്കാറ്, സണ്ണചേട്ടനാണ് കൊടുക്കാറ്. എനിക്ക് പൊതുവേ പട്ടിയോടൊക്കെ ചെറിയൊരു പേടിയുണ്ട്, പക്ഷെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. മുമ്പ് നമ്മുടെ ഹണിക്കും ജോണിനും റിയോയും ബിങ്കൊക്കെ വരണേക്ക് മുമ്പ് അവർക്ക് ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് ഞാനാണ്. പിന്നെ ആ ഒരു ടച്ച് പോയി. പിന്നെ പൊതുവേ എനിക്ക് ഇവരോട് സണ്ണചേട്ടൻ്റെ അത്രയും അറ്റാച്ച്മെൻ്റ് ഇല്ല. ആക്ച്വലി എനിക്ക് അത്രയും ഇഷ്ടമില്ല കോഴീനും പട്ടീനൊന്നും. പിന്നെ നമ്മൾ സാഹചര്യം അനുസരിച്ച് ചെയ്യില്ല എന്നല്ല, എന്നാലും ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി സണ്ണചേട്ടനാണെങ്കിലും എനിക്ക് പുറത്തൊക്കെ പോകണമെങ്കിൽ എൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായാലാണ് സണ്ണചേട്ടൻ ഇങ്ങനെ ട്രാവൽ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ എനിക്കൊരു ട്രയൽ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും തീറ്റ കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഞാൻ മോളി സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് മുട്ട ദോശ ആണ് ഉണ്ടാക്കിയത്. പിന്നെ ഉച്ചക്കത്തേക്ക് ഇറച്ചി മേടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് തീറ്റയൊക്കെ കൊടുക്കാൻ പോകുമ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ചു തിരിച്ചു വരുന്ന വഴിക്ക്. അപ്പോൾ ഞങ്ങളിത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കൂർക്ക മേടിച്ചിട്ടുണ്ട്, ക്ലീൻ ചെയ്ത കൂർക്ക. അപ്പോൾ കൂർക്കയും ഇറച്ചിയും കൂടി ഇട്ട് അങ്ങനെ വെക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ നിൽക്കണ നേരത്ത് മമ്മിയും ഇമ്മാനും വന്നു. അപ്പോൾ സ്റ്റീവനും ഗ്രേസിനെ അവിടെ മമ്മിയുടെ ഇമ്മാൻ്റെ അടുത്ത് ആക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കേട്ടോ അങ്ങോട്ട് വന്നത്. ഞാൻ ചെയ്യും, പക്ഷെ എന്നാലും എനിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്ത് ഇങ്ങനെ പറയണേ, പട്ടിക്കും കോഴിക്കും തീറ്റ കൊടുക്കാൻ എന്തിട്ട് ഇത്ര വലിയ പാട് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും. എനിക്കിങ്ങനെ അവരടുത്തൊക്കെ വരുമ്പോൾ ഒരു ചെറിയൊരു കോഴീനെ എനിക്ക് പേടിയില്ല കേട്ടോ. കാരണം അവരൊന്നും എൻ്റെ മീത്ത് ടച്ച് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ നമുക്ക് തീറ്റ കൊടുക്കുമ്പോൾ അവർ ടച്ച് ചെയ്യാണ്ടിരിക്കില്ലല്ലോ. എന്നാലും എനിക്ക് അവരിങ്ങനെ അടുത്ത് വരുമ്പോൾ എന്തോ ഒരു പേടി. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ പറയണേ. പിന്നെ കോഴിനെ പട്ടിനെ നോക്കാറുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അതൊരു ചിലപ്പോൾ ഒരു കോമഡി ആയിട്ട് തോന്നിയേക്കാം, അല്ലെങ്കിൽ ഇത് എന്തിട്ട് ഈ പെണ്ണ് പറയണമെന്ന് തോന്നിയേക്കാം. എനിക്കെന്തായാലും ഇവരിങ്ങനെ അടുത്ത് വരുമ്പോൾ അങ്ങനെയാണ്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും. അപ്പോൾ സണ്ണചേട്ടൻ അവിടെ ഇട്ട് കൊടുക്കരുത് ഇവിടെ ഇട്ട് കൊടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഇവരെ ഒഴിവാക്കാൻ വേണ്ടി ഇവിടേക്കൊക്കെ ഇട്ട് കൊടുത്തോണ്ടിരിക്കും. എന്നോട് പറഞ്ഞു വഴിയിലിടല്ലേ അവരവിടെ ചളപൊളയാക്കും, അവിടെ മാന്തി പറിച്ചിടും. പക്ഷെ എനിക്ക് ഇവരെ ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തണ്ടേ. അപ്പോൾ സണ്ണചേട്ടൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഡെയിലി നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഞാൻ കാണുന്നതാണ്, പക്ഷെ ഞാൻ ചെയ്യണില്ലല്ലോ. നമ്മൾ കണ്ടൊരു എക്സ്പീരിയൻസ് മാത്രമല്ലേ ഉള്ളൂ. ഇവരാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി കറിയൊക്കെ വെച്ച്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നായിട്ട് അങ്ങനെ എടുത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇമ്മാനൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾക്ക് ശബരിമലയ്ക്ക് പോണതിൻ്റെ വിളക്കിൻ്റെ പരിപാടിക്ക് ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് പോണത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ
ഫുഡൊക്കെ കഴിച്ച് നേരെ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2-3 ദിവസത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഷെയർ ചെയ്തത്. ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഓർഡറായിട്ടൊക്കെ വീഡിയോ ഇടാം കേട്ടോ. കുറച്ച് ഓട്ടം തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു. ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.